എന്തൊക്കെയുണ്ടെടാ വിശേഷം? അപ്പം നമ്മുടെ SSLC പരീക്ഷയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. മലയാളം ഫസ്റ്റും പിന്നെ ഇംഗ്ലീഷും ആണെങ്കിൽ സമയത്ത് തന്നെ എഴുതാൻ പറ്റിയെന്ന് വേണേൽ പറയാം. ആ ദൈവഭാഗ്യം കൊണ്ട് മാത്രമാണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരീക്ഷ കുഴപ്പമില്ലായിരുന്നു. പിന്നെ മലയാളം ഫസ്റ്റിൻ്റെ ഇച്ചിരി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എന്നാലും എഴുതാൻ പറ്റി നല്ല സമയത്ത് തന്നെ. പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അതും സമയത്ത് തന്നെ എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ട്. പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് എഴുതിയത്. കാരണം ഗ്രാമർ കുറച്ച് പാടായിരുന്നു. ഗ്രാമർ ഞങ്ങൾ രണ്ടുപേരെ കുഴപ്പിച്ചത് കോൺവെർസേഷനായിരുന്നു. പിന്നെ ഫ്രേസൽ വെർബ് കുറച്ച് തെറ്റിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വൺ വേർഡ് ഇല്ലായിരുന്നോ ഇംഗ്ലീഷിൻ്റെ വൺ വേർഡും ഇച്ചിരി പാടായിരുന്നു. അതിൽ കുറച്ച് തെറ്റിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്താ അല്ലേ, അതൊന്ന് വിടാനേ നമുക്ക് പറ്റത്തുള്ളൂ. ഇനി ആ പരീക്ഷ നമുക്ക് വീണ്ടും എഴുതാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം അടുത്ത ദിവസം, അതായത് നാളെ നമ്മുടെ മലയാളം സെക്കൻഡ് പരീക്ഷയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. ഇതുവരെയായിട്ട് പഠിച്ചൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ചുമ്മാ ഇരുന്നപ്പോൾ ഒന്ന് വെളിയിലിറങ്ങാൻ നിർത്തും. അപ്പോൾ പ്രകൃതിയെ ഒന്ന് കാണാനായിട്ട് ഓർത്ത് കേട്ടോ. അമ്മ അറിയാമായിരുന്നു ചുമ്മാ ആയിരിക്കുമല്ല എന്നാൽ പ്രകൃതിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമല്ലോ. അതായത് അമ്മ നട്ടു വെച്ചെല്ലാം കണ്ടിട്ട് വരാൻ നിർത്തും കേട്ടോ. അപ്പോൾ നിങ്ങളെയും കൂടെ ചുമ്മാ ഒന്ന് കാണാൻ നിർത്തും. വീഡിയോ ഇടാനായിട്ട് ശരിക്കും ഞാൻ ഓർത്താണ്, അപ്പാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടാലോ നിർത്തുക. എന്തായാലും SSLC പരീക്ഷ വലിയ കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായം പറയാനായിട്ട് മറക്കല്ലേ. അപ്പം എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം കേട്ടോ.